ഗൈസ്, ദിസ് ഈസ് ശ്രുതി രജനീകാന്ത് ഇൻ അരോറ മീഡിയ നെറ്റ്വർക്ക്. അപ്പം എന്നെ പറ്റി സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും, എവിടെ കൊണ്ട് തുടങ്ങും എന്നറിയില്ല. എനിവേ, എൻ്റെ സ്ഥലം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അഭിനയം സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. ഞാൻ ആൺകുട്ടിയായിട്ടായിരുന്നു ആദ്യം അഭിനയിച്ചിരുന്നത്. മാനസപുത്രി എന്ന് പറയുന്ന സീരിയലിൽ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന റോളിലാണ് ഉണ്ണിക്കുട്ടനിനകത്ത് ഞാൻ ആദ്യം ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന റോളിലാണ് വന്നത്. മാനസപുത്രിയിൽ കണ്ണൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനകത്ത് ആൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ അവിടുന്ന് 8 സുന്ദരികൾ, ഞാനും സുന്ദരി, കൽക്കട്ട ഹോസ്പിറ്റൽ തുടങ്ങിയ സീരിയൽ, സിറ്റ്കോം ഇല്ല അന്ന് കോമഡി സീരിയലുകളാണ്. അപ്പോൾ കോമഡി സീരിയലുകളും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തത്തിൽ ഉഴപ്പാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാരെ ചെവിക്ക് പിടിച്ച് നേരെ സ്കൂളിൽ കൊണ്ടാക്കി. അങ്ങനെ പിന്നെ പഠിത്തത്തിൽ തന്നെ തുടർന്നു. പക്ഷെ എന്തു പറയാൻ, വിധി വീണ്ടും ഇത് തന്നെയായിരുന്നു തലയിൽ എഴുതിയിരുന്നത് എന്ന് പറയുന്നത് പോലെ. ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിരുന്നു. +2 കഴിഞ്ഞ് ഒരു 7 വർഷത്തോളം മൂവീസിലൊക്കെ കയറാൻ വേണ്ടി ട്രൈ ചെയ്തു. 7 വർഷം ഒന്നും നടന്നില്ല. എല്ലാ എനിക്കൊന്ന് 100+ ഓഡീഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, തമിഴും മലയാളവും ആയിട്ട്. ഒന്നിലും എല്ലാം ലാസ്റ്റ് സ്റ്റേജ് വിളിക്കാം, ഞാൻ വിളിക്കാം കേട്ടോ, അങ്ങനെ പല ടോണിൽ വിളിക്കാം എന്ന് പറയും എന്നല്ലാതെ ആ വിളി എന്നെ തേടി വന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ പഠിച്ച് നന്നാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ച് നന്നാവാൻ വേണ്ടി ഞാൻ MA ജേർണലിസം കഴിഞ്ഞു. PhD എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു രീതിയിൽ പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാം എന്നെ ചതിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ ആണ് എനിക്ക് ഫ്ലവേഴ്സിൽ ചക്കപ്പഴത്തിൻ്റെ ഓഫർ വരുന്നത്. അപ്പോൾ കോവിഡ് ടൈമും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ചിന്തിച്ചു, ഇപ്പം നമുക്കിതിന് പോയാൽ എന്ത് പോകും, പോയില്ലെങ്കിൽ എന്ത് പോകും, പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓഡീഷനും വിളിക്കാം എന്ന് വേറൊരു ടോണിൽ കേൾക്കാം, പോയില്ലെങ്കിൽ വെറുതെ കോവിഡായിട്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാം. അപ്പം എറണാകുളം കറങ്ങാൻ ഒരു അവസരം കിട്ടി എന്ന വ്യാഖ്യേനയാണ് ഞാൻ എറണാകുളത്തോട്ട് വരുന്നത്. റെഡിസൺ ബ്ലൂവിൽ വെച്ചിട്ടായിരുന്നു ഓഡീഷൻ കഴിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആദ്യമായിട്ടാണ് ഒരാൾ ഓഡീഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കോൺട്രാക്ട് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഒപ്പിട്ടോ കിട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ചക്കപ്പഴത്തിലേക്ക് വന്നു. ബാക്കി കോവിഡ് കാലം എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളും ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയധികം ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു കോവിഡ് ടൈം. ഒട്ടും തന്നെ പ്രതീക്ഷയില്ല. 7 വർഷത്തെ കഷ്ടപ്പാട് പെട്ടെന്നൊന്ന് ബ്ലൂം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. വിത്തിൻ ഡേയ്സ് ഒന്നും അല്ല, ഒറ്റ രാത്രി കൊണ്ട് തന്നെ കേരളം മൊത്തം അറിയാൻ തുടങ്ങി. ഒരുപാട് സ്നേഹം എനിക്ക് ഓവർഫ്ലോ ആകാൻ തുടങ്ങി. എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് എന്താ നടക്കുന്നത്, സ്വപ്നമാണോ സത്യമാണോ, ഇത് എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരു കാര്യം ഒരുപാട് നാളിങ്ങനെ ഡ്രീം ചെയ്ത് വന്ന് ഫൈനലി അത് ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് കിട്ടുമ്പോഴത്തേക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരും. ഇപ്പോൾ ഒരു 5 ഇയേഴ്സായി വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ 3-4 സിനിമകൾ ചെയ്തു, മോഡലിംഗ് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ പല മേഖലകൾ എന്നെ എന്തൊക്കെ രീതിയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഞാൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനൊരു ഡാൻസറാണ്. ഞാൻ 3 വയസ്സ് തൊട്ട് ഭരതനാട്യം ഡാൻസറാണ്. അപ്പം ഡാൻസും ഈ സൈഡിൽ കൂടെ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് നമുക്ക് ഡാൻസും ചെറിഷ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ കുരുത്തക്കേടുകളും പരിപാടികളും ഒക്കെ ആയിട്ട് പോകുന്നു. അതാണ് എൻ്റെ ജീവിതം. പിന്നെ നട്ട്ഷൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെവർ ഗീവ് അപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളെ വിടാതിരിക്കുക. അത് ഏത് സമയം എപ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് ഞാൻ. ചക്കപ്പഴം സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ചക്കപ്പഴം സെറ്റിൽ ഫസ്റ്റ് പോയ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീകുമാറേട്ടനെ കണ്ടുമുട്ടുന്നത് ഒരു കുളിസീനിലൂടെയാണ്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും റൂം തന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ മുറിയിൽ. ഞാൻ ശ്രീകുമാരേട്ടനെ കണ്ടിട്ടില്ല. ഐ വാസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. മെമ്മറീസിലൊക്കെ അഭിനയമൊക്കെ കണ്ടിട്ട് ഇതാണോ അത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയമാണ്. അപ്പം ഇതുപോലെ ഫുഡ് കൊണ്ടുവന്നു, പ്രൊഡക്ഷനിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. അപ്പം നമുക്ക് പിറ്റേ ദിവസമാണ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേദിവസം നമ്മളെല്ലാം വന്നിട്ട് അമലേട്ടനെയാണ് ഫസ്റ്റ് കാണുന്നത്. അമലേട്ടനും ഞാനും നേരത്തെ അറിയാവുന്നതാണ്, എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച. അത് ഞങ്ങൾ നാടകം വഴി, ഞാൻ നാടകം അമലേട്ടൻ്റെ എൻ്റെ കോളേജിലേക്ക് ബുക്ക് ചെയ്ത് അങ്ങനെ അറിയാവുന്നതാണ്. ഞാനായിരുന്നു കോർഡിനേറ്റർ അതിൻ്റെത്. അപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് അമലേട്ടനെ അറിയാം. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഫുഡ് കൊണ്ടുവന്ന് ശ്രീകുമാരേട്ടൻ്റെ ഹോട്ടൽ റൂമിൻ്റെ മുമ്പിൽ വെച്ചു. ഈ പയ്യൻ കിടന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുക, ഇത് തുറക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അമലേട്ടൻ പറഞ്ഞു, അത് ശ്രീകുമാറിൻ്റെ റൂമാണെന്ന് തോന്നുന്നു.
അതെന്തായിരിക്കും ഇറങ്ങാത്തത്, അകത്ത് ആളില്ലേ? അപ്പൊ താഴെ ചോദിച്ചപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ടില്ല, പോയിട്ടില്ല, റൂമിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ CCTV വരെ ചെക്ക് ചെയ്യേണ്ടി വന്നു റൂമിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. എന്നിട്ട് ബെല്ലടിക്കുന്നു. ഓഹാ, അരമണിക്കൂർ കഴിഞ്ഞു. ലാസ്റ്റിലെ ഫുഡിലെ ചെറുക്കൻ പറഞ്ഞു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഈ പയ്യൻ പോവുകയും ചെയ്തു. നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആവുമല്ലോ, ഒരാൾ അകത്തുണ്ടെന്നും പറയുന്നു, ഇത്രയും റെസ്പോൺസും തരുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഹോട്ടലിലെ റൂമിൽ ഫോണിൽ വിളിച്ചു, അവിടുന്ന് അനക്കമില്ല. എൻ്റെ കയ്യിലാണ് നമ്പർ ഇല്ല, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ചക്കപ്പഴത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തപ്പി DP തപ്പി ഫോട്ടോ കണ്ടുപിടിച്ച് ഇതായിരിക്കും നമ്പർ എന്ന് ഓർത്ത് അതിൽ വിളിച്ചു കുറേ തവണ. ഒരു 1.5 hour കഴിഞ്ഞപ്പം ഒരാൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഞാൻ കുളിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അമലേട്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കുളിക്കുമായിരുന്നു. 1.5 മണിക്കൂറാണ്. ഞങ്ങൾ 1.5 മണിക്കൂറായിട്ട് ലിറ്ററലി വെളിയിൽ നിൽക്കുക. അപ്പോഴാണ് പിന്നീട് പരിചയപ്പെട്ട് അങ്ങനെ ഒരുപാട് അടുത്ത് കഴിഞ്ഞപ്പം ശ്രീകുമാരേട്ടൻ കുളിക്കാൻ നല്ല സമയം വേണം, കുറേ സമയം വേണം. ഞങ്ങൾ കണ്ടില്ലെങ്കിൽ അപ്പം പറയും ചേട്ടൻ കുളിക്കുമായിരിക്കും എന്ന് പറയും. ചേട്ടൻ ഭയങ്കര ആസ്വദിച്ച് സമയമെടുത്ത് കുളിക്കുന്ന ഒരാളാണ്. അത് അന്ന് മനസ്സിലായി. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആങ്കറിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ വളരെയധികം ഗ്രേസ്ഫുള്ളോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് അച്ചേച്ചി. അപ്പോൾ അച്ചേച്ചിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാട ഇറങ്ങിയും അയ്യോ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ. പക്ഷെ നമ്മളെ ഭയങ്കര ഹോംലി ആയിട്ട് ഫീലാക്കി. അങ്ങനെ അച്ചേച്ചിനെ പരിചയപ്പെട്ടു. അർജുനേട്ടൻ്റെയും ഹവായി ചേച്ചിയുടെയൊക്കെ കല്യാണം ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ അർജുനേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഒരു വലിയ ശരീരം. അപ്പോൾ ഈ ചെല്ലുന്ന സമയത്തും എനിക്കറിയില്ല ഞാൻ എന്ത് ക്യാരക്ടറാണ് ഏതാ ചെയ്യുന്നതെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അർജുൻ്റെ വൈഫാണ് ശ്രുതി, പൈങ്കിളി എന്ന പേര്. ഫസ്റ്റ് ഞാൻ പൈങ്കിളി എന്ന് പേര് കേട്ടപ്പോഴേ എനിക്ക് ഒരുമാതിരി ആയി. ഈ പൈങ്കിളി കോളേജൊക്കെ നിൽക്കുന്ന സമയമാണ്. കളിയാക്കുമല്ലോ ദൈവമേ, പേര് മാറ്റാൻ പറയാവോ, എങ്ങനെ മാറ്റാൻ പറഞ്ഞാൽ അഹങ്കാരമാണെന്ന് പറയുമോ, എന്താ ചെയ്യാന്നറിയത്തില്ല. പിന്നെ രണ്ടാമത്തത് അർജുനേട്ടൻ്റെയാ. ഇത് ആൾക്കാർ എങ്ങനെ എടുക്കും, അർജുനേട്ടൻ്റെ സൈസും എൻ്റെ സൈസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ഇത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ആഫ്റ്റർ ടെലികാസ്റ്റ് ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പൈങ്കിളി എന്ന് പറയുന്ന പേര് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിങ്കി, പൈങ്കിളി, കിളി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ഔട്ട് ഓഫ് എ ലവ് വിളിക്കുമ്പം ആ പേരിന് ഒരു ഭംഗി ഉണ്ടായി തുടങ്ങി. അങ്ങനെ ചക്കപ്പഴത്തിൻ്റെ ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഐ തിങ്ക് 4 വർഷത്തോളം ആ സെറ്റിൽ തന്നെയായിരുന്നു. അവിടുത്തെ ആൾക്കാരെല്ലാം ഫാമിലിയായി. ഓരോരുത്തരുടെയും ലൈഫും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഈസ് വെരി ഗുഡ് ജേർണി. എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ അടങ്ങുന്ന വളരെ കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ വിചാരിക്കും ഈ കുഞ്ഞു ഫാമിലി മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ വീടിൻ്റെ പുറകിൽ തന്നെയാണ് അച്ഛൻ്റെ പെങ്ങളുള്ളത്, ഇപ്പുറത്ത് തന്നെയാണ് അച്ഛൻ്റെ അനിയനുള്ളത്. ഞങ്ങളെല്ലാവരും ലൈക്ക് കുടുംബം അല്ലെന്നേ ഉള്ളൂ, പക്ഷെ പറമ്പാണ്. ഒരു പറമ്പ് നിറച്ച് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് ഫാമിലിയുമായിട്ട് ഭയങ്കര ബോണ്ടാണ് എല്ലാവരും. അതെ, എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അവരാണ് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. അച്ഛൻ ഒരു കേബിൾ ഓപ്പറേറ്ററാണ്, ഫ്രാഞ്ചൈസി നടത്തുകയാണ് കേരള വിഷൻ്റെ. അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അനിയൻ BCA ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഗെയിമിങ്ങിൻ്റെ ഒക്കെ കോഡിങ്, നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷകൾ, അതൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ഫാമിലി വരുന്നത്. പിന്നെ പറയുന്നത് പോലെ പറഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിലെ കണ്ണികൾ വളരെ അധികമാണ്. ഓരോരുത്തരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഓരോരുത്തരും എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിന് കൂടെ നിന്നിട്ടുള്ളവരാണ്. എൻ്റെ അപ്സ് കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുള്ളവരും എന്നെ ഒരുപാട് പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുമാണ്. ഐ ഹാവ് എ ഗ്രേറ്റ് ഫാമിലി. അതായത് മറ്റേ ടിപ്പ് ടിപ്പ് പനല ടക്ക് ടക്ക് കറിനേ ലഗ, ആ പാട്ടാണ് അനൂപേട്ടൻ. പത്മയിൽ എന്നെ മഹാദേവൻ തമ്പിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അനൂപേട്ടൻ ഒരു തവണ ഇങ്ങനെ പറഞ്ഞു, നോക്കി ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരു വേലക്കാരിയുടെ ക്യാരക്ടറായിരുന്നു. അതായത് ടിക്ടോക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന, റീൽസൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ജോവിയൽ ആയിട്ടുള്ള ഒരു വേലക്കാരി. അപ്പം ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു പോർഷൻ അനൂപേട്ടൻ്റെ അടുക്കയിൽ ഇത് റിവീൽ ചെയ്യുന്നതാണ്. പിള്ളേർ നമ്മളുടെ ജോളി ചേച്ചി അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ തക്ക് തക്ക് കർണേ ലഗായ്ക്കാണ് ഞാനിത് കളിക്കേണ്ടത്. അപ്പം അനൂപേട്ടൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്. അനൂപേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ഈ പാട്ടിട്ട് തരാം, നീ ചുമ്മാ ഒരു 2 സ്റ്റെപ്പ്, ഒരു റീൽ കട്ടിനുള്ള രീതിയിലുള്ള 2 സ്റ്റെപ്പ് കളിച്ചാൽ മതി. ജസ്റ്റ് നമുക്ക് ആ ഒരു പോർഷനിൽ ഫില്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ സുരഭി ചേച്ചി വരുന്നു, സുരഭി ചേച്ചി ഒരു കൗണ്ടർ അടിച്ചിട്ട് പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം. അപ്പോൾ ഈ അലക്സ പ്ലേ ധക് ധക് പറയണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അലക്സ പ്ലേ ധക് ധക് എന്ന് പറഞ്ഞു.
എന്നിട്ട് പിന്നെ പാട്ടിടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ലിപ്പൊക്കെ കൊടുത്തിട്ട് ഞാൻ കളിക്കാൻ തുടങ്ങി. ഒരു പാട്ട് ഫുള്ള് ഞാൻ കളിച്ചു. ഒരു ഫുൾ പാട്ട് ഞാൻ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോട്ടിലാണ് ഞാൻ സ്റ്റെപ്പ് ഇട്ടിട്ട് കളിക്കുന്നത്. അപ്പോൾ അനൂപേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനൂപേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് നീ പാട്ട് ലിപ്പ് കൊടുക്കാതെ ചെയ്, പ്ലേ ഈ അലക്സ പ്ലേ മ്യൂസിക് എന്നോ അങ്ങനെ എന്തോ മാറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. തക് തക് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് കാര്യം അറിയില്ല. ഞാൻ പാട്ടൊന്നും പാടാതെ ഞാൻ അത് കളിച്ചു. ഇത് കളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് അതിനകത്ത് വരൂ ഒരു സുഖ നിമിഷം എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗർ സിത്താര ചേച്ചി തന്നെയാണ് പാടിയിരിക്കുന്നത്. പിന്നീടാണ് ഇതിനകത്ത് അമ്പി അത് എന്താ ആലോചിക്കുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ വയനാട് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഐറ്റം ഡാൻസ് ആയിട്ട് ബാക്കി എടുക്കുന്നത്. അത് ഫുൾ കൊറിയോ ചെയ്തതല്ല, കൊറിയോ ചെയ്യാനൊന്നും ഇല്ല, ഇറ്റ് ഇസ് ലൈക്ക് മൂവ്മെന്റ്സ് ഒള്ളി. എന്നാലും അത് ഞാൻ തന്നെയാണ് ചെയ്തത്, വേറെ ആരെയും അറേഞ്ച് ചെയ്തിട്ടില്ല. നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അത് കുറേ പേര് തിയേറ്ററിൽ വന്നപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നില്ല റെസ്പോൺസ് വന്നത്. പക്ഷെ OTT ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ പേര് ആ ക്യാരക്ടറിന് എന്നോട് നല്ലതായിരുന്നു എന്നും കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ടാറ്റാ.